പൂവണിക്കാടിനു ചാരെ പുണ്യാഹ കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ ആത്മാവല്ലയോ കോവിലേ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വൈറലായതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ട വിൽസൺ ചേട്ടൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾ ഇങ്ങനൊന്നും അല്ല, നല്ല മാറ്റമുണ്ട്. ആ മാറ്റത്തിന് പിന്നിൽ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ആളുകളെയും വിൽസൺ ചേട്ടനെ ഒന്ന് നമുക്ക് കാണാം. ഒരുപാട് പേരുണ്ടല്ലോ. ഞാനൊന്ന് വിൽസേട്ടനെ കാണാനായിട്ട് വന്നപ്പോഴത്തേക്ക് വിദ്യാധര മാഷ് മുഖ്യാതിഥിയായിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ വിദ്യാധര മാഷ് സംഗീതം ചെയ്തിട്ടുള്ള ഒരു ഭക്തിഗാനം അദ്ദേഹം അവിടെ പാടുന്നുണ്ട്. അപ്പോൾ അത് പാടി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിദ്യാധര മാഷ് കൂടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ വിൽസേട്ടനെ ആദ്യമായിട്ട് ഫേമസ് ആക്കിയ ആളും ഇവിടെ ഇരിപ്പുണ്ടല്ലേ? വിൽസേട്ടൻ പഞ്ചായത്തിലേക്ക് വരുന്നത് എന്നെ കാണാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊരു പാട്ട് പാടാം, എനിക്ക് 50 രൂപ തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ഹരിസാറാണ് പറയുന്നത്, വിൽസേട്ടൻ ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞു. അവിടെ തന്നെയുള്ള മറ്റൊരു സുധീഷ് എന്ന് പറഞ്ഞ സ്റ്റാഫ് അത് വീഡിയോയിൽ പകർത്തി. അവിടെ തന്നെ ഒരു താൽക്കാലികമായ ഒരു ജിത എന്ന് പറയുന്ന ഒരു സ്റ്റാഫുണ്ട്, അദ്ദേഹമാണ് ഇത് പുറത്തേക്ക് വിടണേ. രാജസാറിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ, ഞാനും രാജസാറും പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ടോണിയേട്ടൻ, അങ്ങനെ ഞങ്ങൾ 3 കൂടിയാണ് നമ്മൾ ചാലക്കുടിയിൽ അദ്ദേഹത്തെ മദ്യപാനം നിർത്താനായിട്ട് കൊണ്ടുപോയി. ഇനി ഞാൻ കഴിക്കില്ല എന്ന് ഞാൻ പറയണേ. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ്. എല്ലാവരും വളരെ ആദരവോടെയൊക്കെ നോക്കി കാണുന്ന ഒരാളായി മാറി. കാക്കിയിട്ട കരങ്ങൾക്ക് കരുതാനും അറിയാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ചാലക്കുടി എക്സൈസ് ഓഫീസും അവിടുത്തെ ജീവനക്കാരും എന്ന് പറയുന്നത്. ഓരോ മദ്യപാനികളെ കാണുമ്പോഴും ഞാൻ ചാലക്കുടി DAD സെൻ്ററിലേക്ക് കൊണ്ടുവരണം, അവരെ ചികിത്സിച്ച് ഭേദമാക്കണം എന്നൊരു വലിയൊരു സ്വപ്നത്തിലുണ്ട്. വിൽസേട്ടൻ്റെ കാര്യം എന്ന് വെച്ചാൽ വിൽസേട്ടനെ കൊണ്ടുവരികയും വിൽസേട്ടൻ അതിൽ നിന്ന് മുക്തരായി 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് അവിടെ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ഡലേറിയ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അതായത് മദ്യം കഴിക്കാതെ വരുമ്പോൾ ഒരു വിറയിലും ഷിവറിങ്ങും വളരെ പ്രശ്നമുണ്ടാവും. അദ്ദേഹത്തിന് അതുപോലെ വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും മകനും നമ്മൾ വിളിച്ചപ്പോഴും നമ്മൾ ധൈര്യം സമ്മേതം നമ്മൾ ഒപ്പുണ്ട് എന്നുള്ള തോന്നലിലാണ് അദ്ദേഹം പിന്നെയും കിടക്കാൻ തയ്യാറായത്. ഇപ്പോൾ അദ്ദേഹത്തിന് നിരവധി കലാപരിപാടികൾ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ രക്ഷ നൽകും നാമമേ, പാരിന്നാശയായി തീർന്ന നാമമേ, യേശുവിൻ ഇമ്പമാർന്ന നാമമേ. ശരിക്കും ഒരു ഉയർത്ത് എഴുന്നേൽപ്പ്, ഒരു മരിച്ചു കിടന്ന ഒരു വേണ്ട കർത്താവ് ജീവമേൽപ്പിച്ച പോലെ ഒരു ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി. ഇനി ഒരിക്കലും പഴയ വഴിക്കേ തിരിയില്ല. സത്യം, ഇനി മരിക്കുന്ന വരെ ഇനി നല്ല രൂപത്തിൽ ജീവിക്കുക. മദ്യം ഇനി വേണ്ട, സംഗീതത്തിന്റെ ലഹരി മതി. സാദരം 3 ലോകമൊന്നുപോൽ വാഴ്ത്തിപ്പാടിടും യേശുനാമമേ, വാഴ്ത്തിപ്പാടിടും യേശുനാമമേ.